ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് ബലിപെരുന്നാൾ നിസ്കാരം എങ്ങനെ തെറ്റില്ലാതെ നിർവഹിക്കാം. പ്രത്യേകിച്ച് ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് വീടുകളിൽ വച്ചുള്ള ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം. ഈ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട മസലകൾ, പൊതുവെ ആളുകൾ വരുത്തുന്ന പിഴവുകൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും തന്നെ സംസാരിക്കുന്ന ഒരു ക്ലാസ്സാണിത്. പ്രത്യേകിച്ച് നിയ്യത്ത്, ദിക്റുകളൊക്കെ സ്ക്രീനിൽ കാണിച്ചു തന്നുകൊണ്ട് എല്ലാവർക്കും സുവ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ ഇൻഷാല്ല പരിപൂർണമായി ഈ ക്ലാസ് നിങ്ങൾ കാണുക. പ്രത്യേകിച്ച് ബലിപെരുന്നാളിന്റെ ദിവസമൊക്കെ നമുക്ക് തിരക്കായിരിക്കും, അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു ക്ലാസ് നേരത്തെ തന്നെ അയക്കാൻ കാരണം. പ്രത്യേകിച്ച് ആയിട്ടാണെങ്കിലും ശരി, ഈ ബലിപെരുന്നാൾ നിസ്കാരം നിങ്ങൾ എല്ലാവരും നിസ്കരിക്കണം. കാരണം മെൻസസ് കാരണമായോ അതല്ലെങ്കിൽ തക്കതായ കാരണങ്ങൾ കൊണ്ട് ബലിപെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോയവർക്ക് അത് വീട്ടൽ സുന്നത്താണ്. അതും ഒരു സുന്നത്തുകളോ ഒരു ദിക്റുകളോ ഒരു തക്ബീറുകളൊന്നും ഒഴിവാക്കാതെ തന്നെ പരിപൂർണമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സുന്നത്തുകളും കൊണ്ടുവന്നുള്ള നിസ്കാരം പഠിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് നിങ്ങൾ കേട്ടാൽ മതി. ആദ്യമായി നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ഈ നിസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് നാം ഒന്നറിയണം. കാരണം ബലിപെരുന്നാൾ നിസ്കാരം എന്നത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരമാണ് ബലിപെരുന്നാൾ നിസ്കാരം. നമുക്കറിയാം, സംഘടിതമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, സംഘടിതമായിട്ട് നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നിർവഹിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതോ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായ നിസ്കാരമാണ് ഈ ബലിപെരുന്നാൾ നിസ്കാരം എന്നത്. നമ്മൾ നിസ്കരിക്കുന്ന ഈ ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ, ഈദ് എന്നുള്ള വാക്ക് തന്നെ മടങ്ങി വരുന്നത് വർഷാവർഷം ഇയർലി മടങ്ങി വരുന്ന ഒരു നിസ്കാരമാണ്. ഔദ് എന്നുള്ള പദത്തിൽ നിന്ന് എടുത്ത ഈ പെരുന്നാൾ, ഈ ഈദുൽ അദ്ഹ, ഈ ബലിപെരുന്നാൾ നിസ്കാരം നിസ്കരിക്കൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല വിശുദ്ധ ഖുർആനിലൂടെ നേരിട്ട് കൽപ്പിച്ച കാര്യമായതുകൊണ്ട് തന്നെ ഇത് നിർവഹിക്കേണ്ട കാര്യം അതിപ്രധാനമാണ്. സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പറയുകയാണ്, അല്ലയോ നബിയെ, അങ്ങക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങക്ക് നാം ചൊരിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ അതിന്റെ സന്തോഷ ശുക്രെന്നോണം ഫസ്വല്ലി റബ്ബിക, അങ്ങയുടെ നാഥന് വേണ്ടി അങ്ങ് പെരുന്നാൾ നിസ്കരിക്കുക, ബലിപെരുന്നാൾ നിസ്കരിക്കുക. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ബലിപെരുന്നാൾ നിസ്കാരാനന്തരം ഉളുഹിയത്ത് കർമ്മവും ചെയ്യുക. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നമുക്കറിയാം, ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് ഉളുഹിയത്ത് കർമ്മമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബലിപെരുന്നാൾ നിസ്കാരം എന്നത്. പണ്ഡിതന്മാര് ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠത വയ്ക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദുൽഹജ്ജ് മാസത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അൽ ഹജ്ജു വസ്സജ്ജ്, ഹജ്ജ് കർമ്മവും നടത്തുക, അതുപോലെ ഉളുഹിയത്ത് കർമ്മവും നടത്തുക. മറ്റു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഈ 10 ദിവസങ്ങളിലാണ്, ദുൽഹജ്ജ് 10 ദിവസങ്ങളിലാണ് ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ദ മദേഴ്സ് ഓഫ് ഇബാദ. ഏതൊക്കെയാണ് മദേഴ്സ് ഓഫ് ഇബാദ? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഉളുഹിയത്ത്, ദാനധർമ്മങ്ങൾ, തക്ബീറുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന ഈ ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങളിലെ ഒരു പ്രധാന കർമ്മമായതുകൊണ്ടാണ് ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിന് ഇത്രമാത്രം പ്രാധാന്യം പണ്ഡിതന്മാർ, ഇസ്ലാം വകവച്ച് നൽകാൻ കാരണം. ഇൻഷാ അല്ലാഹ് വലിച്ചു നീട്ടാതെ നമുക്ക് ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കാം. പുരുഷന്മാർ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വുളൂഇന്റെ എല്ലാ സുന്നത്തുകളും പാലിച്ചു വുളൂ എടുത്തവരായ നിലയിൽ നേരത്തെ തന്നെ പള്ളിയിൽ ഹാജരായി ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. അതുപോലെ മുഅ്മിനാത്തുകൾ, സഹോദരിമാർ അവർക്ക് അനുയോജ്യമായ റൂമിൽ സംഘടിതമായി തന്നെ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ വുളൂഅ് ചെയ്ത് പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സഫായിക്കൊണ്ട് അതുപോലെ ഇൻഷാ അല്ലാഹ് നിസ്കാര നിർവഹണത്തിനു വേണ്ടി നാം റെഡിയാവുക. എപ്പോഴാണ് ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത്? പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, സൂര്യൻ ഉദിച്ച ഒരു കുന്തത്തിന്റെ അത്ര അഥവാ 7 മുഴം ഉയർന്നതു മുതൽ ഉച്ച സമയം വരെയാണ്, നട്ടുച്ച സമയം വരെയാണ്, ലുഹറിന് തൊട്ട് മുന്നേ വരെയാണ് ഈ ബലിപെരുന്നാൾ നിസ്കരിക്കാനുള്ള സമയം. അഥവാ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ നമുക്ക് എന്ത് ചെയ്യാം?
ബലിപെരുന്നാൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം. പുരുഷന്മാരുടെ കേസ് പറയുകയാണെങ്കിൽ ഇമാമല്ലാത്ത ആളുകളൊക്കെ നേരത്തെ തന്നെ പള്ളിയിൽ ഹാജരായിക്കൊണ്ട് തക്ബീറിൽ മുഴുകിയിരിക്കുക, തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സഹോദരിമാരും പള്ളിയിൽ എങ്ങനെയാണോ ടൈം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്തിനോട് യോജിച്ചുകൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടി മിതമായ സൗണ്ടിൽ അവരും തക്ബീറുകൾ ചൊല്ലി ഇരിക്കുക. ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് നാം വുളൂഇന് ശേഷം സുന്നത്ത് നിസ്കരിക്കാറില്ലേ, ആ ഒരു രൂപം തന്നെ മതി. ഒരു മിനിമൽ ആയിട്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിൽ നാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി മിനിമൽ ആയിട്ട് നാം ഒരു എന്ത് ചെയ്യും, വജ്ജഹത്ത് ഓതും, ഫാത്തിഹ ഓതും, ഒരു ചെറിയ സൂറത്ത് ഓതും. പിന്നെ റുക്കൂ ഇത്തിദാൽ സുജൂദ്, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, വീണ്ടും അടുത്ത റക്അത്തിലേക്ക് വന്ന് ഇതേപോലെ ഇതേ റുക്നുകൾ തന്നെ ചെയ്ത് അവസാനം 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, പിന്നെയും സുജൂദ്, വീണ്ടും അത്തഹിയാത്തിലേക്ക് ഇരുന്നുകൊണ്ട് സലാം വീട്ടി അവസാനിപ്പിക്കുന്ന ആ ലളിതമായ രൂപം നിർവഹിച്ചാൽ തന്നെ ഏത് നിയ്യത്ത് വെച്ചുകൊണ്ട്, ഇനി പറയാൻ പോകുന്ന ബലിപെരുന്നാളിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടും. ബലിപെരുന്നാൾ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതേ സമയത്ത് പരിപൂർണമായ രൂപമാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. ഓരോ റക്അത്തിൽ ഇത്ര തക്ബീറുകൾ ചെല്ലണം, ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ ഓതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായ ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ പുണ്യം ലഭിക്കുന്നതാണ്. അപ്പൊ അഊദും ബിസ്മിയൊക്കെ ചൊല്ലി നാം എന്ത് ചെയ്യുക, നിസ്കാരത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ട രൂപം എന്നാണ് പറയുന്നത്. ഏതാണ് നിയ്യത്ത്? സ്ക്രീനിൽ കാണുന്ന പോലെ ഉസല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി. ഒന്നുകൂടെ പറയാം, ഉസല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി. അറബിയിൽ അറിയാത്തവർക്ക് മലയാളത്തിൽ വെച്ചാലും അതിന്റെ പുണ്യം ലഭിക്കും. എങ്ങനെയാണ് മലയാളത്തിൽ നിയ്യത്ത് വെക്കേണ്ട രൂപം? ബലിപെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി അദാ ആയിട്ട് ഖിബ്ലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു. ഇമാമാണെങ്കിൽ, സ്ത്രീകളുടെ വിഷയത്തിൽ ഇമാമാണെങ്കിൽ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹ്റാം മീൻസ് നിയ്യത്ത്. നിയ്യത്ത് ചെയ്ത തൊട്ടുടനെ ചെല്ലേണ്ട തക്ബീറാണ് തക്ബീറത്തുൽ ഇഹ്റാം. അല്ലാഹു അക്ബർ എന്ന് നാം ചൊല്ലി എന്ത് ചെയ്യുക, കൈ കെട്ടുക. തൊട്ടുടനെ കുറച്ച് തക്ബീറുകൾ പറയാനുണ്ട്. അതാണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമും ഉണ്ട്, അതല്ലാത്ത തക്ബീറുകളും ഉണ്ട്. അതാണ് ഞാൻ വേർതിരിച്ച് പറഞ്ഞത്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നാം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അല്ലാഹു അക്ബർ ചൊല്ലുന്നതോടെ നാം നിസ്കാരത്തിലേക്കായി. അതിനുശേഷം തൊട്ടുടനെ ദുആഉൽ ഇഫ്തിതാഹ് നാം ചൊല്ലുക, അഥവാ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്നുള്ള ദുആ നാം ചെയ്യുക. അപ്പോൾ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതിനുശേഷം നാം ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന് മുന്നേ, അഊദ് ഓതുന്നതിന് മുന്നേ എത്ര തക്ബീർ ബലിപെരുന്നാൾ നിസ്കാരത്തിൽ നാം ചൊല്ലണം? 7 തക്ബീറുകൾ നാം ചൊല്ലണം. 7 തക്ബീറുകൾ. ഇത് ബലിപെരുന്നാളിന് സ്പെഷ്യലായിട്ടുള്ള കാതലായിട്ടുള്ള ഭാഗമാണ്. 7 തക്ബീറുകളാണ് ആദ്യത്തെ റക്അത്തിൽ ചൊല്ലേണ്ടത്. അപ്പൊ നാം വജ്ജഹത്ത് ഓതി നിൽക്കുന്നു. ഇനി 7 തക്ബീറുകൾ ചെല്ലുന്നു. അല്ലാഹു അക്ബർ, ഒരു തക്ബീറായി. ഇനി അടുത്ത തക്ബീർ അല്ലാഹു അക്ബർ. ഈ 7 തക്ബീറുകൾക്കിടയിലും ഇനി പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ എന്ന് പറയുന്ന നാം നിസ്കാരശേഷം നാം ദിക്റുകൾ ചൊല്ലാറില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള രൂപാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇവിടെ എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അല്ലാഹു അക്ബറിന് മുന്നേ വന്നു എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ 4 തക്ബീറുകൾക്ക് എക്സ്ട്രാ ആയിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്ർ കൂടെ ചൊല്ലൽ നല്ലതാണ്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ തക്ബീറുകൾക്കിടയിലും ഈ ദിക്ർ ചൊല്ലുക. അപ്പൊ അല്ലാഹു അക്ബർ. അപ്പൊ ഈ ദിക്ർ ചൊല്ലിയ ശേഷം ഈ തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ 2ആയി. ഇനി ദിക്ർ ചൊല്ലുക. അല്ലാഹു അക്ബർ 3ആയി. ദിക്ർ ചൊല്ലുക. അല്ലാഹു അക്ബർ 4ആയി. ദിക്ർ ചൊല്ലുക. അല്ലാഹു അക്ബർ 5ആയി. ദിക്ർ ചൊല്ലുക. അല്ലാഹു അക്ബർ 6ആയി. ദിക്ർ ചൊല്ലുക. അല്ലാഹു അക്ബർ
7 ആയി. 7 തക്ബീറുകൾക്ക് ശേഷം എന്ത് ചെയ്യണ്ട? ഇനി ദിക്ർ ചൊല്ലണ്ട. 7 തക്ബീറിന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? ദിക്ർ ചൊല്ലിയാൽ മതി. 7ന് ശേഷം ഇനി ദിക്ർ ചൊല്ലണ്ട. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നേരെ ഫാത്തിഹയിലേക്ക് കടന്നു. തക്ബീർ ചെല്ലാൻ നമ്മൾ ഓർത്തില്ല, നേരെ ഫാത്തിഹയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ബോധപൂർവം തന്നെ തക്ബീർ ഒന്നും ചെല്ലുന്നില്ല. ഞാൻ എന്ത് ചെയ്യാണ്? നേരെ ഫാത്തിഹ ചൊല്ലി നിസ്കാരം തുടങ്ങുകയാണ്. ഈ രൂപത്തിൽ എന്ത് ചെയ്തു? ഫാത്തിഹയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ തക്ബീർ ചെല്ലാനുള്ള 7 തക്ബീർ ചെല്ലുക എന്നുള്ള സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അഥവാ ഫാത്തിഹയ്ക്ക് മുന്നേ അഊദ് ഓതലോടെ അഊദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നാം ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ തക്ബീർ ചൊല്ലാനുള്ള സമയം അവിടെ എന്ത് ചെയ്തു? ആ ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു. ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ 1-ാം റക്അത്തിലെ ഈ 7 തക്ബീറുകൾ ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ അടുത്ത റക്അത്തിലെ തക്ബീറുകളോടൊപ്പം ചൊല്ലാൻ പറ്റുമോ? നമ്മൾ തസ്ബീഹ്സ്കാരത്തിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു റുക്കനിൽ ചൊല്ലാനുള്ളതിനെ എന്ത് ചെയ്യാം? അടുത്ത റുക്കനിൽ വീണ്ടെടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ തസ്ബീഹ്സ്കാരത്തിലുണ്ട്. പക്ഷെ ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിൽ അങ്ങനെ തക്ബീറിനെ വീണ്ടെടുക്കാൻ കഴിയുമോ? അങ്ങനെ വീണ്ടെടുക്കാൻ പാടില്ല എന്നതാണ് നിയമം വരുന്നത്. നമ്മുടെ ഈ നിസ്കാരത്തിലെ മറ്റ് ഹൈആത്ത് സുന്നത്തുകളെ പോലെ തന്നെ തക്ബീറിന്റെ വിഷയം അങ്ങനെയാണ്. ഈ തക്ബീർ നഷ്ടപ്പെട്ടാൽ പിന്നെ സഹ്വിന്റെ സുജൂദ് എന്തില്ല? സുന്നത്തില്ല. സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ആ ദർജയിലുള്ള സുന്നത്തുകളല്ല ഈ ഹൈആത്ത് സുന്നത്ത് എന്ന് പറയുന്നത്. അബ്വാദു സുന്നത്തിനേക്കാളും താഴെ ദർജയുള്ളതാണ് എന്ത്? ഹൈആത്ത് സുന്നത്ത് എന്ന്. അതേ സമയത്ത് സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് പരിഹരിക്കേണ്ട സുന്നത്തുകളാണ് അബ്വാദു സുന്നത്ത് എന്നത്. കുനൂത്ത് പോലെ, കുനൂത്ത് മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്തത് പരിഹരിക്കണം. അതേ സമയത്ത് ഈ തക്ബീർ മറന്നാൽ എന്ത് ചെയ്യണ്ട? സഹ്വിന്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കേണ്ട ആ ഒരു ദർജ എന്തില്ല? ഹൈആത്ത് സുന്നത്തിനില്ല. അപ്പൊ നമ്മൾ തക്ബീറുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്. ഇനി അഊദ് ഓതി ബിസ്മി ചൊല്ലി ഫാത്തിഹയിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അപ്പൊ ഫാത്തിഹ നാം ഓതി കഴിഞ്ഞു. ഫാത്തിഹ ഓതിയ ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സബ്ബിഹിസ്മ സൂറത്ത്. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറത്ത് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർആ فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. അപ്പോൾ നമ്മൾ വജ്ജഹത്തുവിന് ശേഷം 7 തക്ബീറുകൾ ചൊല്ലി അഊദും ബിസ്മി ഓതി ഫാത്തിഹ ഓതി സൂറത്ത് പാരായണം ചെയ്ത് നേരെ റുക്കൂയിലേക്ക് പോവുക. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി سمع الله لمن حمده ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. ആ ദിക്ർ നാം 3 വട്ടം ചൊല്ല. അപ്പൊ ഇഴ്തിദാലിൽ ഈ ദിക്ർ ചൊല്ലി നേരെ സുജൂദിലേക്ക് പോവുക. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി
സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇനി നേരെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരിക. അല്ലാഹു അക്ബർ. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇനി വീണ്ടും സുജൂദിലേക്ക് പോവുക. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇനി രണ്ടാമത്തെ റക്അത്തിലേക്ക് നാം അല്ലാഹു അക്ബർ പറഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് നിൽക്കുക. ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അതായത് രണ്ടാം സുജൂദ് ചെയ്ത് ഒരു ചെറിയ ഒരു ഇരുത്തം ഇരുന്നിട്ട് വേണം അടുത്ത റക്അത്തിലേക്ക് നിൽക്കാനായിട്ട്. അപ്പൊ അല്ലാഹു അക്ബർ രണ്ടാമത്തെ റക്അത്തിലേക്ക് നാം കടന്നു. അപ്പൊ ഇങ്ങനെ നിന്നതിന് ശേഷം ഇനി 5 തക്ബീറുകൾ ചെല്ലണം. ബലിപെരുന്നാളിന് സ്പെഷ്യലായിട്ട് ചെല്ലേണ്ട 5 തക്ബീറുകൾ നാം ചെല്ലണം. ഈ ഉയർന്ന് എണീറ്റ ഈ തക്ബീർ കൂട്ടാതെ ഇനി 5 തക്ബീറുകൾ ചൊല്ലുക. അപ്പൊ നാം 5 തക്ബീറുകൾ ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നായി. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. രണ്ടായി. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മൂന്നായി. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നാലായി. അല്ലാഹു അക്ബർ. 5 തക്ബീറുകളായി. പക്ഷെ ദിക്റോ അതിന്റെ ഇടയിൽ ഓരോ തക്ബീറുകൾക്ക് ഇടയിലായതുകൊണ്ട് തക്ബീർ 4 ആയിട്ടുള്ളൂ. 5 തക്ബീറുകളാണ്. വീഡിയോ കാണുമ്പോൾ സംശയം തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. തക്ബീർ 5 എണ്ണം ഉണ്ട്, പക്ഷെ അതിന്റെ ഇടയിലെ ദിക്റുകൾ 4 എണ്ണേ വരുള്ളൂ. 5ാമത്തെ തക്ബീറിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നുള്ള ദിക്ർ ചെല്ലാൻ പാടില്ല എന്നാണ് നിയമം. അപ്പൊ നാം പറഞ്ഞത് മനസ്സിലാക്കാം. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറിന് ശേഷം ഈ ദിക്ർ ചെല്ലൽ സുന്നത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയർന്ന് അല്ലാഹു അക്ബർ പറഞ്ഞു ഉയർന്നിട്ട് തൊട്ടുടനെ ദിക്ർ ചെല്ലരുത്. ആ തക്ബീർ കൂട്ടാതെ 5 തക്ബീറാണ് ചെല്ലേണ്ടത് എന്നാണ് നാം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ചൊല്ലി 5ാമത്തെ തക്ബീറിന് ശേഷവും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ദിക്ർ ചെല്ലാൻ പാടില്ല എന്നുള്ള വിഷയം നാം നോട്ട് ചെയ്യുക. ഈ 5 തക്ബീറുകൾക്ക് ശേഷം ഇനി അഊദു ഓതി നാം ഫാത്തിഹ ഓതി സൂറത്ത് ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. ഇനി ഓതൽ പ്രത്യേക സുന്നത്തുള്ള സൂറത്തുൽ ഗാശിയ എല്ലാവരും ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസുൽ ഗാശിയ وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم
ثم إن علينا حسابهم. അപ്പോൾ സൂറത്ത് ഓതി, അങ്ങനെ സൂറത്ത് നാം ഓതി കഴിഞ്ഞ് നേരെ റുക്കൂയിലേക്ക് പോകുന്നു. സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദി. റുക്കൂയിന്റെ മുന്നത്തെ അവസ്ഥയിലേക്ക് വരുന്നു, അതായത് ഇഅ്തിദാലിലേക്ക് വരുന്നു. സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. നേരെ സുജൂദിലേക്ക് പോകുന്നു. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഇരിക്കുന്നു. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. വീണ്ടും സുജൂദിലേക്ക് പോകുന്നു. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. അതിനുശേഷം നാം അവസാനത്തെ അത്തഹിയാത്തിലേക്ക് പോവുകയാണ്. നാം ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഫസ്റ്റത്തെ അത്തഹിയാത്താണ് ഇരിക്കുന്നത്. പക്ഷെ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് എന്താണ് പറയുന്നത്? ഈ അത്തഹിയാത്തിന് ശേഷം തൊട്ട് ഉടനെ എന്താണ്? സലാമാണ്. സലാം വീട്ടി നിസ്കാരം അവസാനിക്കുകയാണ്. അതാണ് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പേര് പറയാൻ കാരണം. അപ്പൊ അവസാനത്തെ അത്തഹിയാത്ത് നാം ഓതുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അതിനുശേഷം സലാം വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതോടുകൂടെ എന്തായി? ബലിപെരുന്നാൾ നിസ്കാരം പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം നാം ദിക്ർ, തസ്ബീഹ്, ദുആകൾ ഒക്കെ ഇമാമിനോടൊപ്പം നാം എന്ത് ചെയ്യുക? പങ്കെടുക്കുക, ദുആ ചെയ്യുക, ആമീൻ പറയുക. അതിനുശേഷം പ്രത്യേകം സുന്നത്തുള്ള ഖുതുബ, 2 ഖുതുബ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം സുന്നത്തുണ്ട്. ബലി പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖുതുബ കേൾക്കൽ, മഅ്മൂമിങ്ങൾക്ക് ഖുതുബ കേൾക്കലും ഇമാമിന് ഖുതുബ ഓതലും പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടേ എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. 2 ആളാണ് നിസ്കരിക്കുന്നത് എങ്കിലും ഖുതുബ ഓതൽ സുന്നത്തുണ്ട്. അതേസമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും സ്ത്രീകൾക്കും ബലിപെരുന്നാൾ നിസ്കാര ശേഷം ഖുതുബ ഓതൽ എന്തില്ല? സുന്നത്തില്ല. അവർക്ക് ദുആയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകാവുന്നതാണ്. ഖുതുബ ഓതാതെ പിരിഞ്ഞു പോകാവുന്നതാണ് അവർക്ക്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുന്നതും ബലിപെരുന്നാൾ നിസ്കാരം നേരത്തെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോഴത്തെ ടൈം അനുസരിച്ചുകൊണ്ട് ഉദയം 6:02 വരുന്നത്. അപ്പൊ 6:02 കഴിഞ്ഞ് 6:22 മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ സമയം 6:22 മുതൽ ബലിപെരുന്നാൾ നിസ്കരിച്ച് എന്ത് ചെയ്യാൻ നമുക്ക് തുടങ്ങാൻ കഴിയും. അപ്പൊ ബലിപെരുന്നാൾ പെട്ടെന്ന് നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ബലിപെരുന്നാൾ ദിവസം സൂര്യൻ ഉദിക്കുന്നു. ഉദിച്ച് 20 മിനിറ്റിന് ശേഷം, അഥവാ ഉദയം 6:02 6:22 എന്ത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ബലിപെരുന്നാൾ നിസ്കരിക്കുന്നു. അതിനുശേഷം ഖുതുബ ഓതുന്നു. ഖുതുബയൊക്കെ കഴിയുന്നത് മുതൽ ഏത് കർമ്മത്തിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യും? ഉളുഹിയത്ത് കർമ്മത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ഉളുഹിയത്ത് കർമ്മത്തിന് പരമാവധി ടൈം കിട്ടാൻ വേണ്ടിയാണ് ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിന് എന്ത് ചെയ്തത്? മുന്തിക്കുന്നത്. അതേ സമയത്ത് ചെറിയ പെരുന്നാളിന് അങ്ങനെയല്ല. ചെറിയ പെരുന്നാൾ നിസ്കാരം വൈകിക്കും. എന്തിനാണ്? സുബഹി കഴിഞ്ഞത് മുതൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ? ചെറിയ പെരുന്നാൾ പ്രത്യേക സുന്നത്തുള്ള ഫിത്ർ സക്കാത്ത് അത് കൊടുത്ത് വീട്ടാൻ, അതിന് ടൈം കിട്ടാൻ വേണ്ടി ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് എന്ത് ചെയ്യും? പിന്തിക്കും. 8:30-9 മണിയിലേക്കൊക്കെ പിന്തിക്കും. ആ സമയത്ത് ബലിപെരുന്നാളാണെങ്കിൽ 7 മണിക്കോ 6:30-കോ 6:45-നോ ഇങ്ങനെ നേരത്തെ ആക്കുന്നത് ഉളുഹിയത്ത് കർമ്മത്തിന് ടൈം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ കഴിയുന്നത് ആ ദിവസം എല്ലാവരും പരമാവധി ഉളുഹിയത്ത് കർമ്മങ്ങളിൽ പങ്കെടുക്കുക. അതുപോലെ ഉളുഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം തന്നെ അന്നത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബലിയർത്തതാണ്, നമ്മുടെ ഉരുവാണ്. നമുക്ക് ക്ലീൻ ചെയ്യാനും ഇറച്ചി കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാനൊക്കെ പങ്കെടുക്കുമ്പോൾ ലുഹർ അസർ ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ കലാ ആയി പോകാതെ ശരീരത്തിലൊക്കെയുള്ള നജസും മറ്റ് ചെളികളൊക്കെ നീക്കി ആ ലുഹറിന്റെ സമയം പരിഗണിച്ചുകൊണ്ട് അസറിന്റെ സമയം പരിഗണിച്ചുകൊണ്ട് അന്നേ നേരം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, സമയം ശ്രദ്ധിക്കണം. അതുപോലെ അന്നത്തെ ദിവസം പ്രത്യേകം സുന്നത്തുകളൊക്കെ നാം പാലിക്കുക. ബലിപെരുന്നാൾ ദിവസം പുതുവസ്ത്രം ധരിക്കുക. നിലവിൽ എടുക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഉള്ളതിൽ പുതിയത് ധരിച്ചുകൊണ്ട് അത് തന്നെ വെള്ള വസ്ത്രം ധരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ശക്തിയായ സുന്നത്തുള്ളതാണ്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായ സുഗന്ധം പൂശുക, അത്തർ നാം പൂശുക. നാം പോകുന്ന ഇടങ്ങളിലൊക്കെ സുഗന്ധം പരക്കട്ടെ. അതുപോലെ തന്നെ പരമാവധി തക്ബീറുകൾ ചൊല്ലുക. ശേഷമുള്ള തക്ബീറുണ്ട്. അതുപോലെ നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം വഴിയിലും മറ്റും വച്ച് ചൊല്ലേണ്ട തക്ബീറുകളുണ്ട്. അതുപോലെ ബലി മൃഗത്തിനെ കാണുമ്പോൾ തക്ബീറുണ്ട്. ബലി അറക്കുന്ന സമയത്ത് തക്ബീറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ നാം തക്ബീറുകൾ ചൊല്ലുക. അതുപോലെ കുടുംബവും അയൽവാസികളും ഒക്കെ ആയിട്ട് സന്തോഷങ്ങൾ പങ്കിടുക. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. പരസ്പരം മുസാഫഹത്തുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തിന് പോകും മുന്നേ പ്രത്യേകം സുന്നത്തായിട്ടുള്ള കുളിക്കുക. ബലിപെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് പ്രത്യേകം നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുളിക്കുക. അതുപോലെ തന്നെ ബലിപെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നവര് പള്ളിയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ആ സമയം, ആ നിശ്ചിത സമയത്തിന് മുന്നേ തന്നെ പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഓടിപ്പിടിച്ചെത്തുമ്പോഴേക്ക് നിസ്കാരം തീർന്നു പോയി എന്നുള്ള അവസ്ഥ വരരുത്. ബലിപെരുന്നാളാണ്, നമ്മൾ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അള്ളാഹുവിലേക്ക് തക്ബീറുകളും അതുപോലെ മറ്റുള്ള തഹ്ലീലുകളൊക്കെ ചൊല്ലി കാരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷ പങ്കിടൽ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളോടൊത്ത് കുടുംബത്തോടൊത്ത് സന്തോഷങ്ങൾ പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ ഇൽമിനോട് തത്തുല്യമായ പ്രതിഫലം അള്ളാഹു ഇത് ഷെയർ ചെയ്യുന്ന ഓരോരുത്തർക്കും, കേട്ടവർക്കും, ഇത് മനസ്സിലാക്കിയവർക്കും, ഈ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരം നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കാനായി നമ്മുടെ ബാക്ക് ടു ജന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി കാണാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.